ഓരോ നാടിൻ്റെയും ഓരോ സംസ്കാരത്തിൻ്റെയൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇതുപോലെ പെട്ടി ഓട്ടോറിക്ഷയുടെ പുറകിലിരുന്ന് സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പോവുമോ? ഇത് കണ്ടോ, ആണും പെണ്ണുമൊക്കെ പെട്ടി ഓട്ടോറിക്ഷയുടെ മണ്ടേ കയറിയിരുന്ന് ഇതുങ്ങൾ സ്കൂളിൽ പോവുക. ഇവിടെ സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലോട്ട് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഒരു നാടിൻ്റെ സംസ്കാരം എന്താണ്, അതനുസരിച്ചാണ് അവിടുത്തെ ആൾക്കാരും വളർന്നു വരുന്നത്. നമ്മുടെ അവിടെ കാണും ഇതുപോലെ പെട്ടി ഓട്ടോറിക്ഷയിലൊക്കെ കയറി സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ പെട്ടി ഓട്ടോറിക്ഷ എന്തിനാ? ഇവിടെ പാസഞ്ചർ ഓട്ടോയിൽ കയറി പോകാൻ പറഞ്ഞാൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ നാടിൻ്റെ സംസ്കാരം അനുസരിച്ചിരിക്കും ആ നാട്ടിലെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ. ഞാൻ കുറേ സമയമായിട്ട് ഇവരുടെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങൾ ചിരിക്കുകയും കൈ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും മലയാണ്. അതാണ് ഇവിടെ ഇത്രയും ചൂട്. ഈ തമിഴ്നാട്ടിൽ ഇത് പാറ അങ്ങോട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ചൂടാവും. 6 മണി കഴിയുമ്പോൾ പാറ തണുത്ത് കഴിയുമ്പോൾ ചെറിയ തണുപ്പ് വരും. അതാണ് തമിഴ്നാട്ടിലെ ക്ലൈമറ്റ്. കേരളത്തിലാണെങ്കിൽ ഒടുക്കത്തെ ചൂട്. നമ്മുടെ അവിടെ കടൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കും ഈ ചൂട് കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ അറിവിനായിട്ട് പിടിച്ചിടുന്ന വീഡിയോസാണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോ സ്ഥലത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെയാണ് എൻ്റെ യാത്രയ്ക്കിടയിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പിടിച്ചിടുന്നത്. മോനെയുടെ ഇച്ചിരൂടെ അങ്ങോട്ട് മാറ്റി പിടിച്ചു. ആ ഓക്കെ 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 നല്ല ഒരു സ്ഥലമാണ്. ഗ്രാമങ്ങളാണ്. ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. തമിഴ്നാട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗം എന്ന് തന്നെ പറയാം. നല്ല ആൾക്കാർ, നല്ല ഫുഡ്. തമിഴ്നാട്ടിൽ നല്ല ഫുഡാണ്, വെറൈറ്റി സാധനങ്ങളാണ്. ഓക്കെ, തമിഴ്നാട് സ്വർഗമാണ്. നിങ്ങളിത് കാണാം. ഇവിടെ ഒരു ദോശയ്ക്ക് വന്നിട്ട് 10 രൂപയേ ഉള്ളൂ അല്ലേപ്പാ? ഒരു ദോശയ്ക്ക് 10 രൂപ. നമ്മുടെ ഊരിലാണെന്നുണ്ടെങ്കിൽ ഈ ദോശയ്ക്ക് 40 രൂപ വാങ്ങും. സാമ്പാർ, അതിൻ്റെ കറികൾ മൊത്തം. നമ്മളവിടെ കറി ചോദിച്ച ഉടനെ ഹോട്ടലുകാരൻ്റെ മോന്ത ചുളുങ്ങും. കറി തരത്തില്ല. ഇത് നോക്കേ, ഈ പാത്രം കണ്ടോ, നമ്മുടെ സിനിമ ആക്ടർ വടിവേലു കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട്ടിലെ പാത്രം അവർ കൊടുത്തതാണ്. ഇത് അടിപൊളി എന്നത് പൂരി, അടിപൊളി പൂരി. 10 രൂപയേ ഉള്ളൂ. നമ്മുടെ അവിടെ 10 രൂപയ്ക്ക് ഇത്രയുള്ള പൂരി കിട്ടുമോ? എന്നിട്ട് നമ്മളവിടുത്തെ ഹോട്ടലുകാർ നഷ്ടമാണെന്നാണ് പറയുന്നത്. ഗ്യാസിലാണ് ഇവർ ഇതെല്ലാം കുക്ക് ചെയ്യുന്നത്. നമ്മുടെ അടുത്തേക്കാട്ടിലും ഗ്യാസിന് കൂടാണ്ട് വില. ഗ്യാസിന് എന്നാ വില? ഒരു കുറ്റിക്ക് 1000 രൂപ. അവിടെ കേരളയിലും അത് തന്നെയാണ്. ഇവർ കുടുംബമായിട്ടാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. അപ്പോൾ വന്നിട്ട് നല്ല അടിപൊളി ചട്ടണിയുണ്ട്. ഇഡലി എല്ലാം തീർന്ന്. ഇഡലി വന്നിട്ട് നമ്മുടെ അടുത്ത് 3 ഇഡലി കൂടുന്നുണ്ട്. ഒരു ഇഡലി 5 രൂപയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവരും പോകുന്നു, ജീവിക്കുന്നു. ഇത് വന്നിട്ട് സപ്പോർട്ടി, ഇവരുടെ പറമ്പിലെ തന്നെയാണ് സപ്പോർട്ടിക്ക. ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇത് 1 കിലോയ്ക്ക് എന്നപ്പാ 50 രൂപ 1 കിലോ. ഇത് പച്ചയാണ് കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞ് വില പിന്നെ കുറയും. അവർ പഴുക്കുന്നതിനനുസരിച്ച് വില കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ തമിഴ്നാട്ടിലുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ രീതിയിലൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. ഇത് തമിഴ്നാട്ടിൽ ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണിത്. എന്നും ഒരു വണ്ടി ഇവിടെ മറിഞ്ഞു കിടക്കുന്ന കാണാം. ഇത് കണ്ടാൽ
വലിയ കയറ്റമോ വലിയ ഇറക്കമായിട്ടൊന്നും തോന്നത്തില്ല. എന്നാൽ ഏറ്റവും ഭയങ്കര ഡേഞ്ചറുള്ള സ്ഥലമാണ്. സർക്കാർ അതിനുവേണ്ടി മാത്രം മുകളിൽ ഒരു ചെക്ക് പോസ്റ്റൊക്കെ അവർ സ്ഥാപിച്ചിട്ട് വണ്ടിയെ കൺട്രോൾ ചെയ്ത് മൈക്കിൽ കൂടെ വിളിച്ച് നിങ്ങൾ സ്ലോയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് പുതിയതായിട്ട് വരുന്നവർക്കൊന്നും ഇത് അറിയത്തില്ല. അവർ നല്ല സ്പീഡിൽ ഇതിലെ കടന്നു പോകും. കൂടുതലും ബാംഗ്ലൂർ ഭാഗം, അതായത് സേലം ബാംഗ്ലൂർ റൂട്ടാണിത്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന കാറുകാരൊക്കെ ഈ വണ്ടിക്കാരുടെ ഇടയിൽ കൂടെ കയറി സാഹസ്യത കാണിച്ചു പോകുന്ന കാണാം. ഒരുപാട് ജീവൻ ഇവിടെ പൊഴിയുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ഥലം വരുമ്പോൾ ധർമ്മപുരി, ടിപ്പൂർ എന്നൊക്കെ പറയും, ഈ സ്ഥലം വരുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ടിയ ഒരു മേഖലയാണ്. ഞാൻ സ്ഥിരം ഇപ്പോൾ ഇതിലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം ഇന്നലെ ഇവിടെ ഒരു വണ്ടി മറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, എടുത്തുകൊണ്ട് പോയി. അപ്പോൾ സ്ഥിരം അപകടം നടക്കുന്ന ഒരു സ്പോട്ടാണ്. ഇതിനോട് ചേർന്ന് തന്നെ ആഞ്ജനേയ എന്ന് പറയുന്ന ഒരു കോയിലുണ്ട്. ഇവിടെ ഈ കുരങ്ങന്മാരുടെ ഒരു ക്ഷേത്രമാണിത്. ഒരുപാട് കുരങ്ങന്മാർ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക അമ്പലമാണ്. പ്രതിഷ്ഠയൊക്കെ അതാണ്. ആഞ്ജനേയ എന്ന് പറയുന്നതാണ്. ഹനുമാൻ്റെ ഒരു ക്ഷേത്രമാണ് ഇത്. അപ്പോൾ പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ എനിക്കിവിടെ ഒന്ന് കയറണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു പൊതു അറിവിനാണല്ലോ. ഞാൻ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പിടിച്ചിടുന്ന പൊതു അറിവിന്. ഇവിടെ ഒരുപാട് പേര് വരും, ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്, ഓരോ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആഞ്ജനേയ അവർക്കൊരല്പം ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് പോകാം. അവരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ബിസ്ക്കറ്റ് കാണിച്ചപ്പോഴേ ഇറങ്ങി വരുന്നുണ്ട്. വാ വാ വാ. വടാ. അയ്യോ, ഒരുത്തൻ തന്നെ മൊത്തം പറക്കിക്കൊണ്ട് പോവാ കേട്ടോ. അമ്പടാ കള്ളാ, കൊള്ളാലോ ആളെ ഉണ്ടോ. ആ കൊടുത്തത് മൊത്തം ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോയി. കാണ്ട് പോകുന്നു. ഒരു പക്ഷെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും. അവരെല്ലാം ഇവിടെ ഉണ്ട്. കൊണ്ടുപോയില്ലോടാ, മൊത്തം കൊണ്ടുപോയിടാ, മൊത്തം എടുത്തോണ്ട് പോയി. അവരുടെ ക്ഷേത്രമാണിത്. അപ്പോൾ ഈ റൂട്ട് വരുമ്പോൾ എന്നാലും കണ്ടോ, ഓരോരുത്തന്മാർ 100-100 പോകുന്നത്. ഇത് ലാസ്റ്റ് എൻഡാണ്. മേളിലോട്ട് കയറുമ്പോൾ നല്ല കയറ്റമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെയൊക്കെ പറയാനുള്ളത്. ഈ സ്ഥലം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. ഇത് വീതി കൂട്ടിക്കൊണ്ടിരിക്കുക. 4 ലൈൻ ആക്കാൻ വേണ്ടി പോവുക. ഇവിടെ വലിയ വഴിയാക്കാൻ വേണ്ടി പോവുക. അതിൻ്റെ പണികളൊക്കെ താഴെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കേ.